പട്ടുമാലിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിന് ഇവിടെ തിരശീല ഉയരാൻ പോവുകയാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും മനോഹരമായിട്ട് പാടി നമ്മുടെ 7th സ്റ്റേജ് ഇതാ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. സ്പെഷ്യൽ വെൽക്കം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ആൻഡ് നമ്മുടെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്നത് ആൽഫമോൺ ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനം, ദെൻ സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം, ദെൻ തേർഡ് പ്രൈസ് സൂപ്പർനോവ നൽകുന്ന ഒരു നാനോ കാറാണ്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിനെ സംബന്ധിച്ചൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ ഏഴാം ഘട്ടത്തിന് ഇവിടെ തിരശ്ശീല വീഴാണ്. ആൻഡ് ഇന്ന് നമ്മുടെ എലിമിനേഷനാണ്. ഏതൊരു എപ്പിസോഡിലും അല്ലെങ്കിൽ എലിമിനേഷനിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആരംഭിക്കാറുള്ളത്. ആൻഡ് അവസാനം അത് കണ്ണീരിലാണ് വന്നെത്താറുള്ളത് അല്ലേ. അതുപോലെ ഇപ്പോൾ തുടക്കത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചു, പൊട്ടിച്ചിരിച്ചു. ആൻഡ് ഫൈനലി ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്, എലിമിനേഷൻ. പക്ഷേ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിനി എന്താ പറയുക, ഈ ഒരു വേളയിൽ വെൽക്കം ചെയ്യേണ്ട നമ്മുടെ കുട്ടികളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന, കുട്ടിപ്പട്ടുമാൽ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് 7ാം ഘട്ടം വരെ നമ്മുടെ കുട്ടികളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ഗ്രൂം ചെയ്യുന്ന നമ്മുടെ ഗ്രൂമറായ ശ്രീ OU ബഷീർ ഉണ്ട്. ബഷീർക്ക് വളരെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ബഷീർക്ക എന്നും വരാറുള്ളപ്പോൾ ബഷീർക്കയുടെ മുഖത്തൊരു സ്പെഷ്യൽ സ്മൈൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ സ്വന്തം കുട്ടികളെ ഗ്രൂം ചെയ്തു. ആൻഡ് ഇനി എലിമിനേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പാർട്ട് ഓഫ് ദ ഷോ എലിമിനേഷൻ, ആ ഒരു വിഷമം മുഖത്ത് കാണാനുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊന്ന് മറക്കാനായിട്ട് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ വെൽക്കം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതിന്റെ പിന്നിലെ സ്റ്റോറി ഒന്ന് പറയും. കുറച്ചൊക്കെ മനസ്സിലായി, എന്നാലും ബഷീർക്കയിൽ നിന്നൊന്ന് കേൾക്കാനായിട്ട്. അല്ല, അത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയ ഒരു ചെറിയൊരു ഗിമ്മിക്സ് ആണല്ലേ. നന്നായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. നമ്മുടെ 3 ജഡ്ജും നല്ല അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ നമ്മുടെ പ്രൊഡ്യൂസറാണ് അതിൻ്റെ ഒരു ഐഡിയ നമ്മൾ തന്നത്. അതിൻ്റെ ശബ്ദം ഞാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കേ കുട്ടികൾ. ഫിറോസ്ക പട്ടുമാലിലേക്ക് സ്വാഗതം. മനസ്സിലായോ ആരാന്ന്? താങ്ക് യു ബഷീർക്ക. ആൻഡ് നമ്മുടെ 7th സ്റ്റേജിലെ ആ ഒരു ഗ്രൂമിങ്ങിനെ പറ്റി, അവർ പാടിയതിനെ കുറിച്ച് ഏറ്റവും അധികം റിവ്യൂ പറയാൻ പറ്റിയ ബഷീർക്കൊക്കെയാണ്. കാരണം അവരുടെ ബിഫോർ കണ്ടിട്ടുണ്ട്, ആഫ്റ്റർ സ്റ്റേജിൽ അവർ പെർഫോം ചെയ്യണത് കണ്ടു. സോ അതിനെക്കുറിച്ച് ഈ റൗണ്ടിൽ നമ്മൾ ഈ എപ്പിസോഡുകൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞിരുന്നു, ഇത് വളരെ ടഫായിട്ടുള്ളൊരു റൗണ്ടാണ്. ഇതുവരാരും കൈവയ്ക്കാത്ത ഒരു മേഖലയിലൂടെ സംഗീതത്തിനെ നോക്കിക്കാണാനുള്ള ശ്രമമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനോട് ഒരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. നമ്മുടെ സ്വന്തം മക്കൾ പാടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവരുടെ ലിറിക്സ് പെട്ടെന്ന് കൊച്ചു മനസ്സിലേക്കും ബ്രെയിനിലേക്കൊക്കെ കയറാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ വളരെ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിച്ചിരുന്നു. അവർ അത് ഓക്കെ പറഞ്ഞതുകൊണ്ട്. പക്ഷേ നമ്മുടെ വേദിയിൽ ഈ കഴിഞ്ഞ റൗണ്ടുകളിൽ ഒറ്റയാളും അത് നോക്കി പാടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ സന്തോഷം. ഒന്നോ രണ്ടോ പേര് ഒന്ന് ബഷീർക്ക് വെറുതെ ഞാനത് വെക്കുന്നേ ഉള്ളൂ. അത് സത്യമായിട്ട് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞു പലരും. സത്യമാണ്, ഞാനത് ശ്രദ്ധിച്ചു, നോക്കിയില്ല. ഒരു ബലം, അങ്ങനെ ഒരു പുസ്തകം ഇരിക്കുന്നതൊരു ബലം. അപ്പോൾ വളരെയധികം സന്തോഷം. മാത്രമല്ല, ഈ 13 പാട്ടുകളും കമ്പോസ് ചെയ്ത് കൊടുത്ത എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും കുട്ടിപ്പട്ടുമാലിൻ്റെ പ്രണാമം. എലിമിനേഷൻ എന്ന് പറയുന്നത്
ഒരു കണ്ണീരിൽ അവസാനിക്കില്ല. നമ്മുടെ മക്കളാരും കരയുന്നവരല്ല എന്നാണ് എൻ്റെ തോന്നൽ. എല്ലാവരും ആ ഒരു പോസിറ്റീവ് എനർജിയിൽ തന്നെ കാര്യങ്ങളെടുക്കും. എൻ കക്കാടിൻ്റെ ഒരു വരി ഞാൻ ഓർമ്മിക്കുകയാണ്. കാലം ഇനിയും വരുളും, തിരുവോണം വരും, വിഷു വരും, പിന്നെ ഓരോരോ പൂവിനും ഇതൾ വരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാം പോസിറ്റീവായി എടുക്കുക. കഴിഞ്ഞതെല്ലാം നല്ലതിന്, ഇനി നടക്കാനിരിക്കുന്നതും നടക്കുന്നതും ഒക്കെ നല്ലതിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടാകും. അവരുടെ സംഗീത ജീവിതത്തിൽ എല്ലാ പാരൻസും എല്ലാ മക്കളും ഒപ്പം പരസ്പരം പൂരകങ്ങളായി നിന്നുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് മുന്നേറുക. അതുകൊണ്ട് ഏതായാലും നമ്മുടെ എലിമിനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ കുട്ടികളുടെ ഈ ഒരു 7ാം ഘട്ടത്തിൽ 2 റൗണ്ടുകളായിരുന്നു. അതായത് 1 കുട്ടിപ്പാട്ടും അതുപോലെ തന്നെ എൻ്റെ നാട് എന്നുള്ള റൗണ്ടും. ഈ റൗണ്ടിൽ ഇവരെല്ലാവരും എങ്ങനെയാണ് പെർഫോം ചെയ്തത്, അവരുടെ മികച്ച പ്രകടനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. റഹ്നത്ത, 7th ഷെഡ്യൂളിൽ 2 റൗണ്ട് കുട്ടിപ്പാട്ടും എൻ്റെ നാടും. അതിൽ കുട്ടിപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കത് അഭിമാനപൂർവ്വം തന്നെ പറയാം. ആരും കൈവയ്ക്കാത്ത, നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലിപ്പട, അതുപോലെ തന്നെ തീവണ്ടി ചിന്ത്, വെറ്റിലപ്പാട്ട്, ഒട്ടകവും മാനും. അങ്ങനെ അത് ഇതുവരെയും അതുകൊണ്ട് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് അഭിമാനപൂർവ്വം നമുക്ക് പറയാം. ഒന്നുകൂടി ഊന്നി പറയുക തന്നെയാണ്. മലയാളപ്പതിയാതി അതിശയ തീവണ്ടി ബന്ധാം മലകിടുത്തിടുന്ന ആയരങ്ങൾ എന്താ അലകടലുരമ്പിടും മസലുര ചിന്ത ഇலை ഒരു ദിനമിലും ഇടയാതെ മുന്ത അലകടലുരമ്പിടും മസലുര ചിന്ത ഇலை ഒരു ദിനമിലും ഇടയാതെ മുന്ത മലയാളപ്പതിയാതി അതിശയ തീവണ്ടി ബന്ധാർ മനുതോർമതമെന്താ. ഒന്നിനോട് മെച്ചമെന്ന് പറയുന്ന പോലെ തന്നെ 13 പാട്ടും അത് നന്നായിട്ട് തന്നെ അവരത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും അതിനോട് നന്നായിട്ട് തന്നെ നീതി പുലർത്തി. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ നമ്മൾ ഒത്തിരി എല്ലാ കുട്ടികളുടെയും ആ വിഷ്വൽ നമ്മൾ കണ്ട് അവരുടെ എല്ലാ സ്കൂള് അവരുടെ ആ നാട്ടിലെ വിശേഷം എല്ലാം നമ്മൾ അറിഞ്ഞു. അതും നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു 2 റൗണ്ടും നല്ല മികച്ചു തന്നെ നിൽക്കുന്നു. എൻ്റെ പ്ലസ് ഫ്രണ്ടായ ആദിശി കുട്ടിപ്പട്ടുമാല് പാട്ട് പാടിയതിന് വളരെ സന്തോഷമുണ്ട്. അവൻ കുറേ ദിവസം ലീവായതുകൊണ്ട് ഞങ്ങൾ കണക്കും ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞു വെക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലായിരുന്നോ? ഓർമ്മയില്ല. കൈ പിടിച്ചിങ്ങനെ പാട്ട് പാടിയത് കൊറേ പാട്ട് പാടി. ഇതുവരെ പെറ്റുമ്മ പോട്ടില്ലേ നീ മറ്റുമ്മ പോറ്റി വളർത്തട്ട് മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യപ്പട്ടമിട്ട പുതുക്ക പെണ്ണ്. ഹജ്ജിന്റെ രാവിൽ ഞാൻ കബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്. ഇവരൊക്കെ എൻ്റെ കളിക്കൂട്ടുകാരാണ്. പിന്നെ ഇവർ എൻ്റെ അയൽവാസികളും നാട്ടുകാരും പിന്നെ ക്ലബ്ബ് പ്രവർത്തകരുമാണ്. നിറച്ച തീഷ്ടം പലവക കാഴ്ചകളാൽ മട്ടം പലതരം ചിത്രം വെച്ച സാരികളാൽ വെട്ടി നിറച്ച തീഷ്ടം പലവക കാഴ്ചകളാൽ മട്ടം പലതരം ചിത്രം വെച്ച സാരികളാൽ പത്താൾ കാണും മുന്നേ അടിച്ചിടലേ മാരൻ തന്നായി
ഇപ്രാവശ്യം വളരെ അഭിമാനത്തോടെ തന്നെയാണ് പറയുന്നത്. ഇതുവരെ ആരും ഒരു റിയാലിറ്റി ഷോയിലും വന്നിട്ടില്ലാത്ത ഒരു റൗണ്ടായിരുന്നു കുട്ടിപ്പാട്ട് റൗണ്ട്. അതിൽ വളരെയധികം അഭിമാനിക്കുന്നു ഞങ്ങൾ. പിന്നെ ആ കുട്ടിപ്പാട്ടിൽ എനിക്കും വളരെ സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികൾ ആദ്യമായിട്ട് പാടാണ്, ഇതുവരെ ആരും പാടാത്ത പാട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ പാട്ടുകളാണ് അല്ലേ ഇനി പുറത്ത് വരുന്നത്, അവരുടെ പാട്ടായിട്ടാണ് പുറത്ത് വരുന്നത്. ഇനി അത് എല്ലാവരും ഏറ്റുപാടും. അതൊരു നല്ലൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നല്ല നിലവാരം തന്നെയാണ് പുലർത്തിയത്. എല്ലാവരും പൊതുവേ നന്നായിട്ട് തന്നെ പാടി. പിന്നെ എൻ്റെ നാടാണെങ്കിലും അവരുടെ നാട്ടിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ കാണാൻ പറ്റുകയാണ്. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട്, നമ്മളെല്ലായിടത്തും പോയാലും എല്ലാ കുട്ടികളെയും പറ്റി പറയാറുണ്ട് നമ്മളിവിടെ. പക്ഷേ നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതിലും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് കുട്ടികൾ ഇവിടെ പാടിയത്. 2 റൗണ്ടിലും പൊതുവേ എല്ലാവരും നന്നായിട്ട് തന്നെ പാടി. കുട്ടിപ്പട്ടുമാലിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. എല്ലാ എപ്പിസോഡും ഞാൻ കാണുന്നുണ്ട്. ഇവനെനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങളെ കാലാവസ്ഥ ബുക്സാണ് ഞങ്ങൾക്ക് വേണ്ടിപ്പെട്ട എല്ലാതും. ഇവൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ എല്ലാം പാപ്പ അവരോട് വന്ന് പറയും ഇന്ന ഉണ്ട് ദിവസം ഉണ്ട്, അത് കാത്തു നിൽക്കാൻ ഞാൻ. കറണ്ട് പോയിക്കാച്ച വലിയ വ്യസനമാണ്. അത്ര ഇതിലാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. ഞങ്ങളെ കാലാവസ്ഥ അഭിമാനമാണ്. ഇതാണ് എൻ്റെ സ്കൂൾ, ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പഴുവിൽ. ഈ നിൽക്കുന്നതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഇവരെല്ലാം എനിക്ക് നോട്ട് എഴുതി തരാനായാലും പിന്നെ എനിക്ക് സിലബസ് പറഞ്ഞാലും നല്ല സപ്പോർട്ടാണ്. ഹായ് ഇംന, കുട്ടിപ്പട്ടുമാൽ പാടുന്ന ആളല്ലേ. നമ്മൾ ദിവസവും കാണാറുണ്ട് മോളെ പാട്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം പാടുന്നുണ്ട് മോള്. നമ്മൾ ഇതിനായിട്ട് ഇരുന്ന് സമയമാകുമ്പോൾ ഇരുന്ന് കാണും എല്ലാവരും ഒപ്പം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യുമ്നയുടെ പാട്ട്. അതുകൊണ്ട് മോൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥനകളുണ്ട് മോൾക്ക്. ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവായിട്ടീ നിന്റെ അരിമുള്ള കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ. ആദ്യത്തെ റൗണ്ട് പറയുക തന്നെ വേണം. ചരിത്രത്തിലാദ്യമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. കുട്ടിപ്പട്ടുറുമാൽ, കൈരളി കുട്ടിപ്പട്ടുറുമാൽ പരിചയപ്പെടുത്തുന്നു ലോക മാപ്പിളപ്പാട്ട് പ്രേക്ഷകർക്ക് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പ്രധാനമായിട്ട് നമ്മളെടുത്തത് എലിപ്പട എന്ന ശാഖ. അതൊരു ചരിത്രം തന്നെയാണ്. എലിപ്പട എന്ന് പറയുന്ന ഒരു ശാഖ പലരും നമ്മൾ ഈ ശാഖ എടുക്കുന്നു എന്നൊരു തീരുമാനം വന്ന സമയത്ത് പലരിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആരും വായിച്ചു നോക്കുക പോലും പലരും വലിയ കവികളൊക്കെ വായിച്ചു കാണും ഇതിനെ വിലയിരുത്തുന്നവർ. സാധാരണഗതിയിൽ ആരും ബദർ പടയോ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലോ മലപ്പുറം പടയോ വേറെ ഏതെങ്കിലും ശാഖ പോലെ മറ്റാരും എടുത്ത് വായിക്കുക പോലും ചെയ്യാത്തൊരു ശാഖ നമ്മൾ ധൈര്യപൂർവ്വം എടുത്തു. അതിലെ പാട്ടുകൾ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ വ്യത്യസ്ത പാട്ടുകൾക്ക് ഈണം കൊടുത്ത നമ്മുടെ കുറച്ച് പാട്ടുകൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സംഗീത സംവിധായകനെ സമീപിച്ചാൽ ട്രഡീഷണൽ പാട്ട് അതിൻ്റെ ചൊവ്വയിൽ നിന്നും പുറത്തു പോകുമെന്നുള്ളൊരു ഭയവും നമുക്കുണ്ടായിരുന്നു. ചില ആൽബം ശൈലിയിലൊക്കെ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ ആ ശൈലി കൊണ്ടുവരാൻ അതിന് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് സംഗീതം അറിയുന്ന അനുഭവ സമ്പത്തുള്ള 3-4 മ്യൂസിക് ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഭാഗത്ത് കുറച്ച് പാട്ടുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഗ്രൂമർ കൂടിയായിട്ടുള്ള ശ്രീ അഷ്റഫ് മഞ്ചേരി, അഷ്റഫ് കുറച്ച് പാട്ടുകൾ മനോഹരമായിട്ട് ചെയ്തു കൊടുത്തു. അതിൻ്റെ തലം തൊട്ട് തന്നെ. പിന്നെ
വലിയ അനുഭവ സമ്പത്തുള്ള, ഞങ്ങളൊക്കെ സംഗീതമൂല്യമുള്ള പാട്ടുകൾ ഏറ്റവും കൂടുതൽ ചെയ്ത സംഗീത സംവിധായകനായി ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഔക്കുബായി എന്ന കോഴിക്കോട് അബൂബക്കർ. അദ്ദേഹം കുറച്ച് പാട്ടുകൾക്ക് ഈണം കൊടുത്തു. പിന്നെ നമ്മുടെ ഒരംഗം തന്നെയാണ് അദ്ദേഹം, നമ്മളിലൊരാളായിട്ട് എന്നും നമ്മളോടൊപ്പം ഉണ്ടാകാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട അബുട്ടി മാഷ് എന്ന് നമ്മൾ വിളിക്കുന്ന KV അബുട്ടി. പിന്നെ നമ്മുടെ ഷോകളിലൊക്കെ നമ്മളോടൊപ്പം വരാറുള്ള നമ്മുടെ പല കുട്ടികൾക്കും താങ്ങും തണലുമായിട്ടുള്ള നല്ലൊരു സംഗീത സംവിധായകനും സംഗീതാധ്യാപകനൊക്കെ ആയ കരിവള്ളൂർ റസാഖ്. പിന്നെ ഖമറാണ് 2 പാട്ടുകൾക്ക് ഈണം കൊടുത്തത്. അദ്ദേഹം പിന്നെ ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന ആളല്ല. കുട്ടികൾ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പാട്ടുകൾ നിർവഹിച്ചു കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പുതുമാ പറഞ്ഞാലൊടുങ്ങയില്ല, കുറയാതെ നീക്കുള്ള സങ്കടങ്ങൾ ഗുണതനബി ബസനം തീർപ്പിൻ അറിവിൻ നിനക്കുണ്ട് ഉടമക്കാരൻ അറുത്ത് കളവാനുരത്തെ ചെയ്തി മറയും കടന്നുള്ള മുല്ലപ്പൂവേ മാറ്റം കുറവും നോടിഞ്ഞില്ല ഞാൻ. ഇത്ര മികച്ച രീതിയിൽ കുട്ടിപ്പാട്ടിനെ നമ്മുടെ കുട്ടികൾക്ക് എടുത്തു കൊടുത്തു. ഇനി ഇതാരും എടുത്തോട്ടെ, ഞങ്ങളാ തന്നത്, ഞങ്ങൾ പരിചയപ്പെടുത്തി, ഞങ്ങൾ തന്നു. ഇനി ഇത് നിങ്ങൾക്ക് എടുക്കാം. ഈ മോയിൻകുട്ടി വൈദ്യരുടെ ഈ ശാഖയിലെ പാട്ടുകൾക്ക് ഇപ്പോൾ ഒരു പാട്ടായി കഴിഞ്ഞു, ഞങ്ങളുടെ കുട്ടികളുടെ പാട്ടായി കഴിഞ്ഞു. അതിന് ഈണമുണ്ട്. ഇനി അതിന് ഈണം വിടണ്ട, അതിന് ഈണമുണ്ട്. ഇപ്പോൾ ആ ഈണത്തിൽ ആർക്കും ഇതെടുത്ത് പാടാം. 2ാമത്തെ റൗണ്ട് എൻ്റെ നാട്, പ്രശസ്തമായ പാട്ടുകൾ അവർ പാടിപ്പതിഞ്ഞ അവരുടെ നാട്ടിലെ ഇഷ്ടപ്പെട്ടവർക്ക്, കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് അവർ പാടിക്കൊടുക്കുന്ന പാട്ട്, അവരുടെ കുടുംബത്തിലെ പാട്ട്, നാട്ടിലെ പാട്ട്. അങ്ങനെയാണ് എൻ്റെ നാടെന്ന റൗണ്ടിനെ നമ്മൾ ആ കുട്ടികളുടെ കഥ കൂടി കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പഠനം, അവരുടെ സംഗീത പഠനം, അവരുടെ യാത്രകൾ, അവരുടെ ടൗൺ, അവരുടെ ടൗണിലെ കടകളും മീൻ മാർക്കറ്റും പുഴയും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. जो जीने का मजा यूं आने लगा है, हवाओं में है क्या दौड़ा से दो नशा यूं जाने लगा. पूछो ना पूछो मुझे क्या हुआ है तेरी बाहों में या कल, पूछो ना पूछो मुझे क्या मिलेगा तेरी सबको में जी कल. അങ്ങനെ നമ്മുടെ നോറ കുട്ടിപ്പട്ടുമാൽ ആരംഭിച്ചപ്പോൾ മൊത്തം 23 കണ്ടസ്റ്റൻസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 7 സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് 13 കണ്ടസ്റ്റൻസ് ആണ്. 7 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ 13 പേരിൽ ആരൊക്കെയാണ് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ എന്നുള്ളത് നമുക്കറിയണം അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് തുടങ്ങണോ, തേർഡിൽ നിന്ന് തുടങ്ങണോ? തേർഡിൽ നിന്ന് തുടങ്ങാം അല്ലേ. നമ്മുടെ തേർഡ് പൊസിഷനിൽ എത്തിയിട്ടുള്ളത് 7th സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുണ്യക്കുട്ടിയാണ് വിത്ത് 194.5 മാർക്സ്. മിസരിപ്പട്ടുടുത്തൊരുങ്ങിയ ബീവി നശീദ, നാളെയാണ് നിന്റെ നിക്കാഹ്. ബസറക്കിളികൾ പാടുന്ന രാത്രി മോളെ മൈലാഞ്ചി കല്യാണമല്ല. മിസരിപ്പട്ടുടുത്തൊരുങ്ങിയ ബീവി നശീദ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. നമ്മുടെ 7 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തേർഡ് പൊസിഷനിൽ നിൽക്കുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ 6th സ്റ്റേജിൽ പുണ്യ ഏത് പൊസിഷനിലായിരുന്നു?
ഫസ്റ്റിലോ? അപ്പൊ അവിടെ നിന്ന് ചാടി ചാടി തേർഡിലേക്ക് വന്നോ? എന്ത് പറ്റി? വെറുതെ തമാശക്ക് ബാക്കിയുള്ളവർക്കും കൂടെ ചാൻസ് കൊടുക്കാന്ന് വിചാരിച്ചോ? പാട്ടിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. വന്നു അല്ലേ? അപ്പം അടുത്ത തവണ അങ്ങനെയൊന്നും വരരുത്, വീണ്ടും ഫസ്റ്റ് പൊസിഷനിലേക്ക് തന്നെ വരണം. എന്നാലും കൺഗ്രാറ്റ്സ്, കാരണം വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ചെയ്തത് അല്ലേ? കോമ്പറ്റീഷൻ ടൈറ്റായി തുടങ്ങി. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടർമാലിലെ 7 സ്റ്റേജിൽ 3rd പൊസിഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാനുള്ളത് 2nd പൊസിഷനാണ്. 2nd പൊസിഷൻ കിട്ടിയിട്ടുള്ള കുട്ടിക്ക് 195 മാർക്സ് ആണ്. ആ അറ്റത്തിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആയ ഈ റെഡ് ടീഷർട്ട് ഇട്ട ആദിഷാണ്. പ്ലീസ് കം. പാടി വന്നു കിസയായി പാടി പെണ്ണ്, കേസുപാടിയാടി വന്നു കിസയായി പാടി പെണ്ണ്, സരസപ്പുമിടിയുള്ളോളെ ഓമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ, ഒരു പേര് ചേരുന്നേരം നാരിയാണ് ചാരത്തൊന്ന് ചോദിച്ചല്ല കിന്നാരം, പാടടി പൂമോളെ പാടടി മയിലാളെ, കേസുപാടിയാടി വന്നു കിസയായി പാടി പെണ്ണ്, സരസപ്പുമിടിയുള്ളോളെ ഓമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ. ആദിഷ് കഴിഞ്ഞ തവണ ഏത് പൊസിഷനിലായിരുന്നു? ഫസ്റ്റ്. അപ്പൊ ആദിഷ് ഇങ്ങോട്ട് ചാടിയോ? സെക്കൻഡിലേക്ക് ചാടിയോ? എന്താ പറ്റിയേ? പാട്ടിൽ കുറച്ച് തെറ്റും സ്ക്രാച്ചൊക്കെ വന്നു. ഇപ്പൊ വിഷമമുണ്ടല്ലേ ഇപ്പോ? പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് അടുത്താണ് വീണ്ടും ഫസ്റ്റ് പൊസിഷനിലേക്ക് വരണം കേട്ടോ. പക്ഷേ കൺഗ്രാറ്റ്സ്, ആർക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വിട്ടുകൊടുത്തില്ലല്ലോ. ഓക്കെ, കൺഗ്രാറ്റ്സ് മോനു. ആൻഡ് ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ നോറ കുട്ടിപ്പട്ടർമാലിൻ്റെ 7ാം ഘട്ടം. നമ്മുടെ ജഡ്ജസ് എല്ലാവരും പറഞ്ഞു വളരെ ഇതുവരെ കഴിഞ്ഞ എല്ലാ സ്റ്റേജസ് വെച്ചിട്ടും ഏറ്റവും ടഫായിട്ടുള്ള 2 റൗണ്ടുകളായിരുന്നു നമ്മുടെ ജഡ്ജസും പ്രൊഡ്യൂസറും എല്ലാവരും കൂടെ കുട്ടികൾക്കായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഹെവി ടാസ്ക് എടുത്തുകൊണ്ട് 7 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ മെഹറിനാണ് വിത്ത് 196 മാർക്സ്. അഗമിയമായി അഹ്മദാൻ ആലമെല്ലാം, അലിഫന മാണിക്യം ലാമായ മീമിൽ അഗമിയമായി അഹ്മദാൻ ആലമെല്ലാം, ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ റിള തേടുന്നല്ല, ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ റിള തേടുന്നല്ല, അലിഫന മാണിക്യം ലാമായ മീമിൽ അഗമിയമായി അഹ്മദാൻ ആലമെല്ലാം. മെഹറിൻ, ഒത്തിരി 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 സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പം എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ അൽഹംദുലില്ലാ. പിന്നെ ഇതിനു വേണ്ടി എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ ഉമ്മാക്കും ഉപ്പയ്ക്കും, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വല്യുപ്പയ്ക്ക്, പിന്നെ എന്നെ കർണാട്ടിക് സംഗീതം പഠിപ്പിക്കുന്ന ആറ്റുവാശ്ശേരി മോനപിള്ള സാറിന്, പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുന്ന സർഫറാസ് ഖാൻ കയ്ക്കും, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിന്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടുകാരെല്ലാവർക്കും, പിന്നെ ജഡ്ജസ്, പിന്നെ ഓർക്കസ്ട്ര ചേട്ടന്മാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. മെഹറിൻ, അപ്പം ഏതായാലും കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു സ്റ്റേജിൽ ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്താന്ന് പറഞ്ഞാൽ ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കഴിഞ്ഞ തവണ ലക്ഷ്മി, എനിക്ക് പറയാനുള്ളത് മെഹറിൻ ഫസ്റ്റ് 1ാം സ്ഥാനത്ത് വന്നത് എന്താ പറയുക, ട്രമൻഡസ് സിംഗിങ് ആയതുകൊണ്ടാണ്. അത് തന്നെയാണ് സത്യം. മറ്റ് ആദിഷും ഉണ്ണിയും 2ഉം 3ഉം ആയിപ്പോയത് എനിക്ക് തോന്നുന്നത് അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പാടി, പക്ഷെ റൗണ്ടിൻ്റെ ഗൗരവം കൂടി. നമ്മൾ പാട്ടുകൾക്ക് കൽപ്പിക്കുന്ന ഗൗരവം, അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ വിലയിരുത്തലുകൾ വളരെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെയാണ് എന്ന് തന്നെ പറയാനുള്ളത് അല്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പാടി, അപ്പോൾ ഇനി ഇതിനേക്കാൾ ഗൗരവമായിരിക്കും. അപ്പോൾ കേട്ടോ, മോള് പറഞ്ഞല്ലോ ഞങ്ങൾ നേരത്തെ, അസാധ്യമായിട്ട് അലിഫെന്ന മാണിക്യം എവിടെയോ പോയി. താങ്ക് യു ഫിറോസിക്ക. ശരിക്കും മെഹറിൻ മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. കാരണം നമ്മുടെ 6th സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മെഹറിൻ്റെ പൊസിഷൻ 4th പൊസിഷനായിരുന്നു. എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയെന്നുള്ളത് ഒരു വലിയ ഐഡിയ തന്നെ നമുക്ക് കൊടുക്കണം. എനിവേ മോളു, കൺഗ്രാറ്റുലേഷൻസ്. ഈ പൊസിഷൻ ആർക്കും വിട്ട് കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ വിന്നേഴ്സ്. വീണ്ടും നമുക്ക് കാണാം അടുത്ത സ്റ്റേജ് കഴിയുമ്പോൾ. നിങ്ങൾ തന്നെ ഇവിടെ വന്നേക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ്സ്.
നമ്മളെല്ലാവരും സന്തോഷിച്ചു. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ നമ്മളെല്ലാവരും അറിഞ്ഞു. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ എലിമിനേഷൻ പ്രോസസ്സ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ എലിമിനേഷൻ നടത്താൻ പോകുന്നത്, നമ്മുടെ 7th സ്റ്റേജിൽ എന്നുള്ളത് നമുക്ക് നമ്മുടെ ജഡ്ജിങ് പാനലിനോട് തന്നെ ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇത്തവണ എങ്ങനെയൊക്കെയാണ്, എത്ര പേരെയാണ് ഔട്ടാക്കാൻ പോകുന്നത്, കട്ട് ഓഫ് മാർക്സ് ഒക്കെ നമുക്ക് ചോദിക്കണം. ഫിറോസിക്ക, എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ എനിക്ക്. അതങ്ങനെയാണ് ആ പൊസിഷനിൽ എപ്പോഴും നമ്മളെ ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് നമ്മളെ. ഫിറോസ്ക ഇനി അടുത്തതായിട്ട് സെമി ഫൈനലും ക്വാർട്ടർ നമ്മളിനി ഫൈനലും കടന്നു പോകുന്നത് ഈ 7th ഷെഡ്യൂളിലെ 2 റൗണ്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രേക്ഷകർ കേൾക്കുന്നത്, നമ്മൾ അനുഭവിച്ചറിയുന്നത് ക്വാർട്ടർ ഫൈനലും തുടർന്ന് സെമി ഫൈനലുമാണ്. പിന്നെയാണ് ആരെയോ തേടിയിരിക്കുന്ന, ആരെയോ കാത്തിരിക്കുന്ന ആ മെഗാ ഫൈനലിൻ്റെ വലിയ വലിയ സമ്മാനങ്ങളിലേക്കും പ്രൈസുകളിലേക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇപ്പം നമ്മൾ കൂടെ പാടിയത് 13 കുട്ടികളാണ്. നമ്മുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിൻ്റെ ഒരു രീതി വെച്ച് 13 കുട്ടികളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എന്ന് തന്നെ പറയണം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പ്രൊഡ്യൂസർ നമ്മളുമായിട്ട്, അദ്ദേഹം വളരെ നമ്മളെ കുട്ടികളെ സ്നേഹിക്കുന്ന, നമ്മുടെ വിങ് മൊത്തം, നമ്മുടെ ക്രൂ മൊത്തം, നമ്മളൊക്കെ കുട്ടികളായതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ എങ്ങനെയെങ്കിലും നിലനിർത്തണം എന്നതൊക്കെ പാരൻസിനൊക്കെ പല പല മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലൊക്കെ അവരനുഭവിച്ചറിഞ്ഞതാണ്. ഞങ്ങളത്ര അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രോസസ്സിൻ്റെ ഒരു രീതി വെച്ച് നമ്മൾ 3 കുട്ടികളെയെങ്കിലും നമ്മൾ പറഞ്ഞയച്ചേ പറ്റൂ. എന്നാലേ നമുക്ക് വി ഹാവ് ടു ഗോ വിത്ത് ദ ഷോ. അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്തേ പറ്റും. നമ്മുടെ ജഡ്ജിങ് പാനലിൻ്റെയും നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെയും ഒക്കെ തീരുമാനമനുസരിച്ച് ഫിറോസ്ക പറഞ്ഞ പോലെ 13 പേരിൽ 3 പേര് ഇന്ന് നമ്മളോട് ഇവിടെ പറയും. അപ്പോൾ ടോട്ടൽ മാർക്സ്, എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ടോട്ടൽ മാർക്സ് എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും ലോ സ്കോറേഴ്സ് ആയിട്ടുള്ള 3 പേരായിരിക്കും പോകാൻ പോണേ. അപ്പം നമുക്ക് അവരെ വേദിയിലേക്ക് വിളിക്കാം. അതിൻ്റെ ഒരു കട്ട് ഓഫ് ലെവലൊന്നും നമ്മൾ നോക്കുന്നില്ല. ഒരു കട്ട് ഓഫ് ലെവൽ മാർക്ക് വെച്ചൊന്നും അളക്കണ്ട എന്ന് നമ്മൾ ആ പ്രോസസ്സിനെ വളരെ ലളിതമാക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ദ ലോവസ്റ്റ് സ്കോറേഴ്സ് അങ്ങനെ വന്ന 3 പേരെ നമ്മൾ കണ്ടെത്തുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ ദ ലോവസ്റ്റ് 3 കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ലോ സ്കോറേഴ്സ് 3 പേരെ നമുക്ക് വിളിക്കണം. എന്താ പറയുക, ഈ 3 പേരും ഇത്രയും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ മാർക്ക് അവർക്ക് ഈ ഷെഡ്യൂളിൽ കുറവാണ്. അവരെ നമുക്ക് വിളിക്കാം. ആദ്യം 188.5 മാർക്സോടുകൂടി അശ്വിൻ കൃഷ്ണ, 189.5 ജാവസ്, സെയിം മാർക്കാണ് 189.5 ആയിട്ട് ആൻമരിയ. ഇവരെ 3 പേരെയും വളരെ വിഷമത്തോടു കൂടി വേദിയിലേക്ക് വിളിക്കാം. ഈ 3 കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് എന്താ പറയേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ അശ്വിനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, ജഡ്ജസ് കഴിഞ്ഞ സ്റ്റേജിലൊക്കെ അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തതാണ്. കാരണം എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു അശ്വിൻ്റെ മ്യൂസിക്കൽ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. അശ്വിൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ജാവിസ് ആണെങ്കിലും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ആൻമരിയെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കുട്ടിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോ സ്കോറായിട്ട് വരുന്നത് അല്ലേ മോളു? കാരനോട് എന്താ പറയേണ്ടതെന്നുള്ളത് ഫിറോസ്ക? എനിക്ക് എന്താ ഇങ്ങനെ നമ്മുടെ മക്കളെ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇവരെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്നോ പ്രേക്ഷകരോട് എന്താ പറയേണ്ടതെന്നോ, പ്രേക്ഷകരത്ര മനസ്സായെടുത്ത കുറേ മികച്ച പാട്ടുകൾ, കുറേ മികച്ച പ്രകടനങ്ങൾ കൊടുത്ത കുട്ടികളാണ് ഇവർ 3 പേരും. അതിലെനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്, എനിക്ക് ദ ലോവസ്റ്റ് ഏറ്റവും ലോ മാർക്ക് വന്ന അശ്വിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്തോ ആയി പോകുന്നു. കാരണം തീരെ പ്രതീക്ഷിച്ചില്ല അശ്വിൻ നമ്മളെ എന്തൊക്കെ നമ്മൾ ഗ്രൂമറും അവരെ നമ്മുടെ ടീമും ചേർന്ന് അവർക്ക് എങ്ങനെ പാട്ടുകൾ എടുത്ത് കൊടുത്താലും നമ്മളൊക്കെ സഹായങ്ങൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഓൺ ദ പ്ലാറ്റ്ഫോം അവർ പാടണം അല്ലേ. പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് അവർ പാടുന്നതിന് തന്നെയാണ് മാർക്ക്. ആ പാടുന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ വെറുതെ അവരെ പരിഗണിച്ചുകൊണ്ടൊരു മാർക്ക് കൊടുത്താൽ, സത്യസന്ധമായി നടക്കുന്ന കുട്ടിപ്പട്ടുറുമാലിൽ ലോക പ്രേക്ഷകരോട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും മറുപടി പറയേണ്ടതുണ്ട്. അവർ വിളിച്ചു ചോദിക്കും. ഒരിക്കലും അങ്ങനെ നമ്മുടെ പട്ടുറുമാലിലോ കൈരളിയിലോ നമ്മൾ ചെയ്യാറില്ല.
അതുകൊണ്ട് കൃത്യമായിട്ട് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്, അവർക്ക് നല്ല പാട്ടുകൾ എടുത്തു കൊടുത്തു, അവരുടെ പാടാൻ പ്രാപ്തരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ തൊണ്ടയ്ക്ക് വഴങ്ങുന്ന പാട്ടുകൾ. പക്ഷേ അപ്പോൾ അശ്വിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ആ പാട്ടിൽ അറിയാം, നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, അതിൻ്റെ ടെലികാസ്റ്റ് വരുമ്പോൾ അറിയാം, എല്ലാവരും അത് ഓർക്കും ചെയ്യും. ആ പാട്ട് വരുമ്പോൾ അതിലൊരു ഭാഗം അശ്വിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയി. അശ്വിൻ എന്ന പാട്ടുകാരന് ഒരു നിമിഷം സംഭവിച്ച ഒരു കുറവ് കൊണ്ട് മാത്രം മോന് ഏതൊക്കെയോ തലങ്ങൾ മോനെ തേടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരണം, ഞങ്ങൾ വിളിക്കും, സെമിയിൽ വരണം, ഫൈനലിൽ വരണം, ഒക്കെ വരണം. നിങ്ങളിതിൻ്റെതായി നിങ്ങൾ കുറഞ്ഞ എപ്പിസോഡിൻ്റെ മുന്നെയാണ് ഞങ്ങളെ വിട്ടു പോകുന്നത്. അത് ഒരിക്കലും ഒരു വിഷമമായിട്ട് തോന്നരുത്. സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നമ്മുടെ അശ്വിനെ പറഞ്ഞു, പക്ഷേ അശ്വിൻ്റെ ആ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം നമ്മൾ മാർക്സ് പറയുമ്പം എല്ലാ കുട്ടികൾക്കും മാർക്സ് അറിയുന്നുണ്ട് അവരുടെ. പക്ഷെ മോന് നല്ലൊരു അമ്മേനെ കിട്ടിയിട്ടുണ്ടോ മോനെ? കാരണം അതെടുത്ത് നമ്മൾ പറയുന്നത് വേണം. കാരണം അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന, മാർക്സ് കുറയുമ്പോഴും സാരമില്ല, നമ്മൾ വിഷമിക്കുന്നുണ്ട് എന്ന് അമ്മ അറിയുന്നുണ്ട്, ഇവരുടെ രക്ഷിതാക്കൾ അറിയുന്നുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും നമ്മളോട് വന്നിട്ട് നമ്മളെയാണ് അവർ സമാധാനിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കുട്ടികളുടെ എല്ലാ പാരൻസിനോടും ശരിക്കും ഞാൻ അത്രയും എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം അവർ നന്നായിട്ട് എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷമം ഉണ്ടാവും, പക്ഷേ അതൊക്കെ എന്താ പറയുക, മറക്കാൻ പറ്റുന്ന നമുക്കതൊന്നും പറയാൻ ഇപ്പം ഈ സമയത്ത് അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ നല്ല കഴിവുണ്ട് അശ്വിൻ, നന്നായിട്ട് തന്നെ മോൻ പ്രാക്ടീസ് ചെയ്യണം, നല്ലൊരു നിലയിലെത്തും മോൻ, അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. പിന്നെ ജാവിസ് നമുക്ക് ഒത്തിരി നല്ല പാട്ടുകൾ തന്ന് അല്ലേ, ജാവിസിൻ്റെ ഉപ്പ റൗണ്ടൊക്കെ ഒത്തിരി. പിന്നെ മോൻ എന്നെ അറിയാം അല്ലേ, എന്താ സംഭവിച്ചതെന്ന് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ കൂടുതൽ മോനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. സജല, നമ്മുടെ ആൻമറിയും ഉണ്ട് ഈ ഒരു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ കുട്ടിപ്പട്ടർമാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ 13 കുട്ടികളിലാണ് നിൽക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് സിംഗേഴ്സ് തന്നെയാണ് നമ്മളുടെ 13 കുട്ടികൾ ഇവിടെ നിൽക്കുന്നത്. അതിൽ ഈ 3 കുട്ടികളും ഞങ്ങൾക്കറിയില്ല, നമ്മൾ ആ 5 മിനിറ്റ്സിൽ പാടുന്നത് ജഡ്ജ് ചെയ്തിട്ടാണ് ഇപ്പോൾ എലിമിനേഷനിൽ 3 കുട്ടികൾ വന്ന് നിൽക്കുന്നത്. 3 കുട്ടികളും ഞങ്ങൾ വിചാരിച്ച കുട്ടികളല്ല. നമ്മളിപ്പം എലിമിനേറ്റ് ആവും, നമുക്ക് ഇവരുടെ കഴിവുകൾ അറിയുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ ഇത്ര കുട്ടികളായിരിക്കും, ഈ കുട്ടികളായിരിക്കും പോകുന്നതെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഈ 3 കുട്ടികളും ഞങ്ങൾ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുട്ടികൾ തന്നെയാണ്. പ്രത്യേകിച്ച് അശ്വിനൊക്കെ ഞാൻ ഇനിയും കുറേ സ്റ്റേജുകളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച കുട്ടിയായിരുന്നു അശ്വിൻ. അതുപോലെ തന്നെ ജാവിസിനെ അറിയാമല്ലേ, ജാവിസിൻ്റെ പ്രശ്നങ്ങൾ അറിയാം. ഇനി ജാവിസിൻ്റെ വോയിസൊക്കെ മാറിയാൽ ഭാവിയിലെ വലിയ സിംഗറാണ് കേട്ടോ ജാവിസ്. അതുപോലെ ആൻമറിയെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ആൻമറിയെ ഇവിടെ മിസ് ചെയ്യും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അറിയാം, എല്ലാവർക്കും അറിയാം, പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതും ആക്ടിങ് എല്ലാത്തിലും ഞങ്ങളെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കുട്ടിയാണ് ആൻമറിയ. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യും ആൻമറിയെ. പക്ഷേ ആൻമറിയുടെ സിംഗിങ് ഇനിയും മോൾക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇവിടുന്ന് കുറേ കാര്യങ്ങൾ മോൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഭാവിയിൽ നല്ല സിംഗേഴ്സായി വരട്ടെ നിങ്ങൾ 3 പേരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആൻമറിയ ഞങ്ങളുടെ ഒരു പെർഫോമർ കൂടെയാണ്, അപ്പോൾ ഞങ്ങളോട് വരണം കേട്ടോ. പെർഫോമൻസ് ഉണ്ട് ഞങ്ങൾക്കല്ല നമുക്കിനി സെമിയിലും ഫൈനലിലൊക്കെ അല്ലേ, ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഇതിൻ്റെ ഫൈനൽ വരുമ്പോൾ വലിയ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ ഞാനിത് പുറത്ത് പോയിട്ട് വരികയല്ലേ എന്നൊരു കുറവ് ഒരിക്കലും തോന്നരുത്. അവിടെ എത്തണം ഞങ്ങളോടൊപ്പം. എന്നിട്ട് നമുക്ക് അപ്പം മോള് നമ്മുടെ കുട്ടിപ്പട്ടർമാൽ തീരുന്ന എല്ലാ എപ്പിസോഡ്സിലും ഉണ്ട് എന്നാണ് അതിൽ നിന്ന് വരിക കേട്ടോ. അങ്ങനെ തന്നെ മനസ്സിൽ കരുതാവൂ കേട്ടോ. ഒരിക്കലും പോയിട്ടില്ല. ഞങ്ങൾക്കൊരു വേഴ്സറ്റാലിറ്റിയാണ് നഷ്ടപ്പെടുന്നത് ഇവിടെ. മോളൊരു വേഴ്സറ്റൈൽ സിംഗറാണ് ഞങ്ങളുടെ കേട്ടോ. അത് ഞങ്ങൾ വളരെ വിഷമമുള്ള മനസ്സോടു കൂടിയാണത് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഓൾ ജഡ്ജസ്. ഏതായാലും ഇനി നമ്മുടെ ഈ ഒരു കുട്ടികൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. ആദ്യം അശ്വിൻ്റെ അടുത്ത്. അശ്വിൻ ഒരിക്കലും വിഷമിക്കരുത്, കാരണം ജഡ്ജസ് എല്ലാവരും പറഞ്ഞില്ലേ മോൻ ഒരിക്കലും ഇവിടെ നിൽക്കേണ്ടതല്ല. പക്ഷേ മോൻ്റെ ആ 2 പാട്ട് പാടുന്ന ദിവസം അത്ര നന്നായിരുന്നില്ല. പക്ഷെ ജഡ്ജസിനും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം മോൻ്റെ ടാലൻറ്റ് എന്താണെന്നുള്ളത്. മോൻ എന്താ പറയാനുള്ളത്? ഈ ഷെഡ്യൂൾ വന്നപ്പോൾ സൗണ്ട് അത്ര ക്ലിയർ അല്ലായിരുന്നു. പ്ലാനൊക്കെ ഒന്ന് സ്കിപ്പായി പോകുമ്പോൾ തോന്നി. പ്രാക്ടീസ് ചെയ്ത് പക്ഷെ സ്റ്റേജിലെത്തിയപ്പോൾ പെട്ടെന്ന് കൺട്രോൾ കിട്ടിയില്ല, അപ്പോൾ പതറിപ്പോയി. പക്ഷേ ജഡ്ജസൊക്കെ നല്ല സപ്പോർട്ടാണ് തന്നത്. ഓർക്കസ്ട്ര മെമ്പേഴ്സും നന്നായി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ സുഭാഷ് ഏട്ടൻ, ലക്ഷ്മി ചേച്ചി, എല്ലാ ക്രൂവും വലിയൊരു താങ്ക്സ് തന്നെയല്ലായിരുന്നു.
താങ്ക് യു അശ്വിൻ. ജാവിസ്. ആദ്യം തന്നെ ഇവിടെ വരെ എത്തിയതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഉമ്മയും അങ്കിളും അമ്മായിയും പിന്നെ ഓർക്കസ്ട്ര പിന്നെ ജഡ്ജസിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഫ്രണ്ട്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു. അൻമരിയ. ആദ്യം തന്നെ 7th സ്റ്റേജിൽ വരെ എനിക്ക് എത്താൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അത് ഞാൻ ഈശോയോട് നന്ദി പറയാണ്. പിന്നെ കുട്ടിപ്പട്ടർമാരുടെ ഓഡിഷനിൽ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇതിലേക്ക് പങ്കെടുക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റിയെന്ന് വെച്ചാൽ അത് വലിയൊരു ലക്കായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇത്രയും വലിയ ജഡ്ജസിന് മുമ്പിൽ ടി വി കൂടി കാണാറുള്ളൂ, പക്ഷെ നേരിട്ട് ഇങ്ങനെ അവരുടെ മുമ്പിൽ പാടിയൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയതൊക്കെ. പിന്നെ എന്നെ ഒത്തിരി ഓർക്കസ്ട്ര മെമ്പേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഷീർക്ക, അഷ്റഫിക്ക, പിന്നെ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ പപ്പയും അമ്മയാണ്. അത് പറഞ്ഞാൽ തീരില്ല നന്ദിയൊന്നും. പിന്നെ സുഭാഷ് ചേട്ടൻ, ലക്ഷ്മി ചേച്ചി, എല്ലാവരും, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്. കുറച്ച് വിഷമം എന്ന് വെച്ചാൽ ഫ്രണ്ട്സിന്. പക്ഷെ മോൾ ഇവിടുന്ന് പോകുന്നില്ല, നിങ്ങൾ ആരും ഇവിടുന്ന് പോകണില്ല. അടുത്ത ഷെഡ്യൂൾ നമ്മൾ ഷൂട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വരും, വരില്ലേ? പാട്ട് പാടില്ലേ ഈ ഫ്ലോറിൽ? പിന്നെ ഒരിക്കലും വിഷമിക്കരുത്. അപ്പോൾ 3 പേരോട് ഇത്രേ പറയാനുള്ളൂ. ബി ബോൾഡ്. കഴിഞ്ഞു, നമ്മുടെ ഈ ഷോ കഴിഞ്ഞു, സീസൺ 2 തുടങ്ങാറായി. ഇത്ര വരെ നിങ്ങളുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിന് ദൈവത്തിനോട് നന്ദി പറയുക. ആൻഡ് ഇനി ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എത്ര ചെറുപ്രായമായിട്ടുള്ളൂ നിങ്ങളെല്ലാവരും, എന്നിട്ട് വരെ ഇപ്പോൾ ഇതാ ഫിനാലേക്ക് തൊട്ട് മുമ്പ് വരെ നിങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. വിഷമിക്കാതിരിക്കുക എല്ലാവരും. നമ്മുടെ കുട്ടിപ്പട്ടർമാരുടെ വക, കൈരളി ടിവിയുടെ വക ഇവർക്കൊരു സ്നേഹ ഉപഹാരം നൽകുകയാണ് ഇനി. അപ്പോൾ അതിലേക്ക് കിടക്കാം നമുക്കിനി. സംഗീതത്തിൻ്റെ സ്ഥായിയായ ഭാവം എപ്പോഴും ശോകമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ആഴവും അർത്ഥവും ഒക്കെ ഉള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു ശോകം നിറഞ്ഞ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു മറ്റൊരു എലിമിനേഷൻ പ്രോസസ്സ് ഇവിടെ കടന്നു പോയിരിക്കുകയാണ്. പക്ഷേ ആസ് യൂഷ്വൽ പറയാറുള്ള പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. വീണ്ടും 8th സ്റ്റേജുമായിട്ട് നൂറ കുട്ടിപ്പട്ടർമാലുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ ശുഭരാത്രി.